ഹലോ, അസ്സലാമലൈക്കും. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുക, അതേപോലെ വൈകുന്നേരം ആരെങ്കിലും വരികയൊക്കെ ചെയ്താൽ ഉണ്ടാക്കുക, രാത്രി ഉണ്ടാക്കുക, എപ്പോഴും ഉണ്ടാക്കാം. നല്ല അടിപൊളി ചിക്കൻ ഫിൽഡ് പൊട്ടാറ്റോ പാൻകേക്ക്. നമ്മള് പോളകളൊക്കെ പല ടൈപ്പ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഒക്കെ മൈദ ഒക്കെ കൂട്ടിയിട്ടല്ല. ഇത് പൊട്ടാറ്റോ ആണ് ഇതിന്റെ പുറത്തുള്ള ഈ തൊലി ഭാഗം, ഉള്ളിൽ ചിക്കനും. ഇത് വെജിറ്റേറിയൻസിന് നമുക്ക് ചിക്കൻ ഫില്ലിങ്ങിന് പകരം നമ്മൾ മഷ്റൂമോ വെജിറ്റബിൾ വെച്ചിട്ട് ചെയ്യാട്ടോ. കണ്ടോ, അടിപൊളി ഒരു സംഭവമാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം, നമ്മുടെ കിടിലൻ ടേസ്റ്റ് ആണ്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മുടെ ചിക്കൻ ഫിൽഡ് പൊട്ടാറ്റോ പാൻകേക്ക് ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു 600 ഗ്രാം പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. ആദ്യം ഇതാ പൊട്ടാറ്റോ എടുത്തിട്ട് ഇങ്ങനെ 4 ഐറ്റം കട്ട് ചെയ്താനാണ്. അതൊന്ന് നമുക്ക് പുഴുങ്ങിയെടുക്കണം, നമുക്ക് സ്മാഷ് ചെയ്യാനോ ഉടച്ചെടുക്കണം. അപ്പൊ ആദ്യം ഒന്ന് പുഴുങ്ങി വേവിച്ചെടുക്കണേ നന്നായിട്ട്. എന്നുവെച്ചാൽ ഉടഞ്ഞ് ഇങ്ങനെ അലിഞ്ഞു പോവരുത്. എന്നാ നമുക്കൊരു കത്തിയോ ഫോർക്കോ വെച്ച് കുത്തിയോ അങ്ങ് ആഴ്ന്ന് പോകുന്ന രൂപത്തിൽ ഒരു 20 മിനിറ്റ്, അത് അതിന്റെ കണക്ക്. ശരിക്കും പൊട്ടാറ്റോ നമ്മൾ സ്മാഷ് ചെയ്യാൻ എടുക്കുമ്പോൾ ഉപ്പിട്ട് തിളച്ചിട്ട് നമ്മൾ പൊട്ടാറ്റോ ഇട്ട് എന്നിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചാൽ ഏകദേശം കറക്റ്റ് ആയിരിക്കും. ഏകദേശം ഇതാ ഈ ഒരു സൈസിലുള്ള ഒരു 4 പൊട്ടാറ്റോ ആണ് എടുത്തത്. ഇനി ഞാനിത് വേവിച്ചെടുക്കട്ടെ കേട്ടോ. ഇനി നമുക്കിതാ ചിക്കൻ ആണല്ലോ ഫില്ല് ചെയ്യുന്നത്, അപ്പൊ ചിക്കൻ്റെ ഒരു മസാല ഉണ്ടാക്കണം. അതിന് ഞാനിതാ ഒരു 200 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് മസാല പുരട്ടിയേക്കാം. ഇതാ മസാല പുരട്ടാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് നമ്മളെ കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 2 ചുള വെളുത്തുള്ളി ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത. ഞാൻ ഇതെല്ലാം കൂടെ ഈ ചിക്കനിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കട്ടെ. ഇനിതാ ഞാൻ നമ്മളെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ച് ഒരു 1.5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇതാ ഒരു മീഡിയം സൈസ് ഉള്ളി ചേർത്തി കൊടുക്കുകയാണെ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്തി കൊടുക്കുകയാണെ. കാരണം ചിക്കനിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചേർത്തിക്കൊണ്ട് വേറെ ചേർത്തേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ ചേർത്തി കൊടുക്കട്ടെ. ഇപ്പൊ ഇതാ ഞാൻ ഒന്ന് ചിക്കനൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കാം. കാരണം നമ്മൾ ചിക്കൻ വേവിക്കാതെ ചിക്കൻ ഇട്ടല്ലേ, അപ്പൊ ഒന്ന് വേവാൻ ഉണ്ടാവുമല്ലോ. അത് ചെറിയ പീസും എല്ലില്ലാത്തതും ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തോളും. പിന്നെ അത് അല്ലാതെ നമുക്ക് വേവിച്ചിട്ട് വേണമെങ്കിലും ചേർക്കട്ടോ. ഇതിങ്ങനെ നോക്കുമ്പോ മസാല ഒക്കെ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. ഇതാ ചിക്കനൊക്കെ വെന്തിട്ടോ. ഇത് അടിച്ച് വേവിക്കുമ്പോ വെള്ളം ഉണ്ടാവും കേട്ടോ. പിന്നെ വേണേ തുറന്ന് വെച്ചിട്ട് ഒന്നങ്ങ് വറ്റിച്ചാൽ അത് പെട്ടെന്ന് തുറന്നിക്കുമ്പോഴേക്കും വെള്ളം വറ്റിക്കോളും. ഇപ്പൊ നന്നായി ചിക്കൻ വെന്തുണ്ട്. ഇത്തിരി എരിവ് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കണേ. അത് നോക്കിയിട്ട് നമുക്ക് ചെയ്താൽ മതിയേ. ഇനി ഇതാ ഞാൻ ഒരു ഇത്തിരി കാപ്സിക്കം, ഇത് ഓപ്ഷനലാണ്, ഇട്ടാൽ ചിക്കന്റെ കൂടെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണ്. ഒരു 1/4 ഭാഗം കാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തി കൊടുക്കണ്ടേ. ഇതാ ഒരു ഇത്തിരി മല്ലിയില്. ഇനി ഇതാ ഒരു പിഞ്ച് ഗരം മസാലയും ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ അതാ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊട്ടാറ്റോ ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞ് ഇതാ ഇതുപോലെ കിട്ടിയിണ്ടേ. ഇത് ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു ഫോർക്കോ കയ്യിലോ ഇനി സ്മാഷ് മാർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ ഒന്ന് ഉടച്ചെടുക്കാം. ആദ്യം നമ്മൾ ചൂടോടെ ചെയ്യുകയാണെങ്കിലേ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും കേട്ടോ, നന്നായിട്ട് കിട്ടും. ഇതാ നമ്മുടെ പൊട്ടാറ്റോ ഒക്കെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിണ്ടേ. കട്ടല്ലാതെ ഉടച്ചെടുക്കണേ. ഇനി ഇതാ ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കട്ടെ. 1/4 ടീസ്പൂണോളം പെപ്പർ ചേർത്ത് കൊടുക്കണ്ടേ. ഇനി കുറച്ച് ഉപ്പ്, ഇതിൽ നമ്മൾ മൈദപ്പൊടി ചേർക്കുന്നുണ്ട്, അപ്പം അതിനനുസരിച്ചുള്ള ഉപ്പ് കുറച്ച് ചേർത്തി കൊടുക്കേ. പിന്നെ അതാ ഒരു ഇത്തിരി മല്ലിയില ഞാൻ കട്ട് ചെയ്ത് വെച്ചൊക്കെ തണ്ടോട് കൂടി. ഇതിപ്പോ ഏകദേശം 2 കപ്പ് മൈദ കുറേശ്ശായിട്ടിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. എന്നുവെച്ചാൽ നമുക്കിത് കുഴച്ചിട്ട് നമുക്ക് നല്ലൊരു ഡോ പോലെ കിട്ടണം. കുഴച്ചാൽ ക്രാക്കൊന്നും വീഴാത്ത രീതിയിൽ ആയി കിട്ടണം. അതിന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ അതിനനുസരിച്ച് പൊടി ചേർത്ത് കുഴച്ചെടുക്കാം കേട്ടോ. കുറേശ്ശെ ചേർത്ത് വെക്കാം. ഇതുണ്ടോ ഈ ഒരു രൂപത്ത് കിട്ടണേ. കണ്ടോ, ഇതിപ്പോ ഏകദേശം 2 കപ്പ് മൈദ ചേർത്തിട്ടുണ്ട്. നമ്മള് പൊട്ടാറ്റോ പുഴുങ്ങുമ്പോ ഉള്ള വെള്ളത്തിനനുസരിച്ചൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ എന്തായാലും ഒരു 200 ഗ്രാം മൈദ ഒക്കെ വേണ്ടി വരും. എന്റെ നമ്മള് മനസ്സിലാവുക എന്ന് പറഞ്ഞാല് ഇതിങ്ങനെ എടുത്തിട്ട് ഇപ്പൊ കൈമേൽ ഇതുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ബോൾ ചെയ്ത് നോക്കുക. എന്നിട്ട്
കൈ വെച്ചിട്ട് ഒന്നുകൂടി ചെയ്ത് നോക്കുക. ഇങ്ങനെ കണ്ടോ നല്ലോണം കിട്ടുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ കണക്ക് കേട്ടോ. ഇങ്ങനെ കിട്ടണം നമുക്ക് പരത്തിയാൽ. ഇനി ഇതാ ഒരു കൗണ്ടർ ടോപ്പില് കട്ടിംഗ് ബോർഡിന്റെ മേലെ ഇത്തിരി മൈദപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ മേലേക്ക് ഞാൻ ഈ ഡോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് നമുക്ക് ഒരു റൗണ്ടിലാക്കാം. അതെന്ന് വെച്ചാൽ രണ്ടായിട്ട് മുറിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ കണ്ടോ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് നടുക്കങ്ങ് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് നമുക്ക് മാറ്റിയേക്കാം. ഇതുണ്ടോ നന്നായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായി കുഴയ്ക്കാനൊക്കെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൈ വെച്ചിട്ട് പരത്തിയെടുക്കണേ. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന പാൻ കേക്ക് എന്ന് പറയുന്നത് ഈ പാനിലാണ്. അപ്പം ഏകദേശം നമുക്ക് അറിയണം ആ ഫ്രൈ പാനിൽ കണക്കാക്കിയിട്ട് അങ്ങ് പരത്തിയാൽ മതി കേട്ടോ. ഏകദേശം നോക്കിയിട്ട്. ഇനി ഈ പെട്ടെന്ന് പരത്താനുള്ള ഒരു ഈസിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലേറ്റിലൊക്കെ വെച്ചിട്ട് പരത്തട്ടോ. അപ്പൊ അതാ ഞാനൊരു ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട്. അതിൽ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ പെട്ടെന്ന് തന്നെ ആവും. അപ്പൊ പെട്ടെന്ന് ഇങ്ങോട്ട് വിട്ടുപോരാനും നമുക്ക് എടുക്കാനുള്ളൊക്കെ ഒരു ഈസിക്കാണ് ഞാൻ ബട്ടർ പേപ്പർ ഒരു പീസ് അടിയിൽ വെച്ചത്. ഇതാ ഞാൻ ഇങ്ങനെ ഒന്ന് പരത്തിണ്ട്. ഇതുപോലെ മറ്റേതും പരത്തിയെടുക്കട്ടെ. ഇനി ഇതാ നമ്മളെ പാൻ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രൈ പാൻ വെച്ചു. അതിൽ ഇതാ ഇത്തിരി ഓയിൽ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇതാ ഇത്തിരി ഇട്ടിട്ട് ബട്ടർ വേണേ ബട്ടറും എടുക്കട്ടോ. ഞാൻ ഓയിലാണ് എടുത്തത്. ഇനി എന്നിട്ട് നമ്മുടെ ഒരു പൊട്ടാറ്റോ ഡിസ്ക് ഇല്ലേ ഇതാ ഞാൻ ഇതിലിട്ടെടുക്കട്ടെ. ഒന്ന് എന്നിട്ട് കൈ വെച്ചിട്ട് ഇതിലേക്കൊന്ന് നമുക്ക് വേണമെങ്കിൽ കറക്റ്റ് ആ ഒരു സൈസിലേക്ക് ആ ഒരു ലെവലിലേക്ക് ആക്കി കൊടുക്കുക. കൈ വെച്ചിട്ട് ഒന്നുകൂടി. ഇതാ ഇനി ഞാൻ ഇതിന്റെ മേലേക്ക് ചീസ് വെച്ച് കൊടുക്കുകയാണേ. ചീസ് നമ്മൾ സാൻഡ്വിച്ച് ചിക്കനൊക്കെ എടുക്കുന്ന ചീസ്. ഇത് ഓപ്ഷണലാണ്. ഇട്ടാ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതാ ചീസിന്റെ സ്ലൈസ് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മേലേക്ക് നമ്മളെ ചിക്കന്റെ ഫില്ലിങ് വെച്ചു. ചിക്കന്റെ നമ്മളെ ഫില്ലിങ് ഇല്ലായിരുന്നോ മിക്സ് മസാല അത് ഇട്ട് കൊടുത്തു കേട്ടോ. അല്ല അറ്റത്തേക്ക് ഇടരുത്. ഇത്തിരി നമുക്ക് ഇത് അടുത്ത ഡിസ്ക് ഇട്ടിട്ട് ഒട്ടിച്ചെടുക്കണമല്ലോ. അപ്പൊ അതിനുള്ള ഒരു സ്പേസ് വെച്ചേക്കണേ. എന്നിട്ട് മേലതാ ഞാൻ കുറച്ച് ചീസ് മൊസറല്ല ചീസാണ് ഞാൻ ഇടുന്നത്. ഏതെങ്കിലും ഒരു ചീസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അനുസരിച്ച് ഇട്ടാ കേട്ടോ. രണ്ട് ഭാഗത്തും ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതാ നമുക്ക് അടുത്ത ഡിസ്കിന്റെ മേലേക്ക് വെച്ചെടുക്കേ. ഇതാ ഈ സൈഡിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ സൈഡില്ലേ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഒക്കെ വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്തെടുത്താണെങ്കിൽ നന്നായിട്ടൊന്ന് പ്രസ് ആവും കേട്ടോ. കൈ വെച്ചതിന് ഒന്ന് പ്രസ് ആക്കിയതിന് ശേഷം ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ആദ്യം നമ്മൾ ചട്ടിയൊക്കെ ചൂടാണല്ലോ. അപ്പൊ ഒരു 15 മിനിറ്റ് ആദ്യം ഒരു ഭാഗം വെച്ച് പിന്നെ ഒരു 10 മിനിറ്റ് മറ്റേ സൈഡും വെക്കെ. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേ വെക്കാതെ. നല്ല തീയിട്ടാല് കരിഞ്ഞു പോകും കേട്ടോ. ഉള്ളു വേവൂല. അപ്പൊ അതാ ഒരു 15 മിനിറ്റ് ആയി. നമുക്കൊരു പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് അതിലേക്ക് മാറ്റിയിട്ട് തിരിച്ചിട്ടു. ഇതിനി ഇതിലേക്ക് തന്നെ തിരിച്ചിട്ട് കൊടുക്കട്ടെ. നല്ല നമുക്ക് ഇതിലേക്ക് തന്നെ ചട്ടിയിലേക്ക് തന്നെ വെച്ചെടുക്കാം. അപ്പൊ ഇതാ ഒന്നുകൂടെ അടിച്ചു വെക്കട്ടെ. അപ്പൊ ഇതാ ഏകദേശം ഒരു 10 മിനിറ്റ് കൂടിയായി. ഇനി നമുക്ക് എടുക്കട്ടോ. അടിപൊളിയായി കണ്ട പൊട്ടാറ്റോ പാൻ കേക്ക് ഇവിടെ റെഡി ആയി. കണ്ട അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഉള്ളൊക്കെ കണ്ടോ ചീസൊക്കെ. ഇതാ എല്ലാരും ഒരു പ്രാവശ്യം തന്നെ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. നല്ല കിടുക്കാച്ചി ടേസ്റ്റ് ആണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.